ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഫിസിക്സിൽ നിന്നുള്ള 3ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഏറെക്കുറെ കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ നമ്മൾ SCERTയുടെ ഓരോ ക്ലാസ് ബേസ് ഓരോ ചാപ്റ്റർ വൈസായിട്ടുള്ള നോട്ടുകൾ തയ്യാറാക്കി ഇടുന്നതായിരിക്കും. നോട്ടുകൾ മാത്രമായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ പഠിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും, ചിലർക്കൊക്കെ SCERT കംപ്ലീറ്റ് പഠിക്കുമ്പോൾ അവർക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ അവർക്കത് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിംപ്ലിഫൈ ആയിട്ട് നോട്ട് ഇടുന്നുണ്ട്. ചിലർക്ക് പക്ഷേ SCERT കംപ്ലീറ്റ് ആയിട്ട് പറയുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ SCERT ആദ്യം കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു സിംപ്ലിഫൈ ആയിട്ടുള്ള നോട്ട് അങ്ങനെ ഓരോ ചാപ്റ്റർ വൈസായിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ ആവശ്യമാണ്. ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനും എല്ലാം തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇനി നമുക്ക് മാസും ജഡത്വവും എന്നൊരു ഭാഗമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. മേശപ്പുറത്ത് പേപ്പർ വയ്ക്കുക. അപ്പോൾ മേശപ്പുറത്ത് പേപ്പർ വയ്ക്കുക. അടിവശം പരന്ന ഒരേ വലിപ്പമുള്ള 2 പ്ലാസ്റ്റിക് കുപ്പികൾ എടുക്കുക. ഒന്നിൽ മണൽ നിറയ്ക്കുക. ഈ കുപ്പിയും ഒഴിഞ്ഞ കുപ്പിയും പേപ്പറിൽ കുത്തനെ വയ്ക്കുക. പേപ്പർ അതിവേഗം തിരശ്ചീനമായി വലിച്ചു മാറ്റുക. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്, 2 കുപ്പികൾ എടുത്തിട്ട് അതിൽ ഒരെണ്ണത്തിൽ മണൽ നിറയ്ക്കണം, മറ്റതിൽ എന്താണ് പ്ലെയിൻ ആയിട്ടുള്ള കുപ്പി ആയിരിക്കണം. അതിനടിയിൽ ഒരു പേപ്പർ വെച്ചിട്ട് പേപ്പർ തിരശ്ചീനമായി വലിച്ച് നീക്കാനാണ് പറഞ്ഞത്. ഏത് കുപ്പിയാണ് മറിഞ്ഞ് വീഴാത്തത്? അപ്പം നമുക്കറിയാം, മണൽ നിറച്ച് വെച്ച കുപ്പി അല്ലെങ്കിൽ ഭാരം കൂടിയ കുപ്പിയാണ് മറിഞ്ഞു വീഴാത്തത്. ഭാരം കുറഞ്ഞ കുപ്പി മറിഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടു. ഏത് കുപ്പിക്കാണ് മാസ് കൂടുതൽ? അപ്പം നമുക്ക് മനസ്സിലാക്കാം, മാസ് കൂടിയത് ഈ കുപ്പിക്കാണ്. അതായത് ഭാരം കൂടിയ കുപ്പിക്കാണ് മാസ് കൂടുതൽ. ഏത് കുപ്പിയിലാണ് ജഡത്വം കൂടുതൽ അനുഭവപ്പെടുന്നത്? ജഡത്വം കൂടുതൽ അനുഭവപ്പെടുന്നതും ഈ ഭാരം കൂടിയ കുപ്പിയിലാണ്. എങ്കിൽ വസ്തുവിൻ്റെ മാസും ജഡത്വവും തമ്മിലുള്ള ബന്ധം എന്ത്? അപ്പോൾ വസ്തുവിൻ്റെ മാസും ജഡത്വവും തമ്മിലുള്ള ബന്ധം എന്താണ്? മാസ് കൂടുമ്പോൾ ജഡത്വവും കൂടുന്നു. അതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാവുന്നത്. അതുപോലെ മാസ് കുറയുമ്പോൾ ജഡത്വം കുറയുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി 1-2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഒഴിഞ്ഞ ടാർ വീപ്പയ്ക്കാണോ അതോ ടാർ നിറച്ച വീപ്പയ്ക്കാണോ ജഡത്വം കൂടുതൽ? കാരണം വ്യക്തമാക്കുക. അപ്പോൾ ഒഴിഞ്ഞ ടാർ വീപ്പയ്ക്കാണോ ടാർ നിറച്ച വീപ്പയ്ക്കാണോ ജഡത്വം കൂടുതൽ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എന്താണ്, മാസ് കൂടുതൽ ഏതിനാണോ അതിനാണ് ജഡത്വം കൂടുതൽ. അപ്പോൾ എന്തായിരിക്കും? ടാർ നിറച്ച വീപ്പയ്ക്കായിരിക്കും ജഡത്വം കൂടുതൽ. ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആളുകൾ വളഞ്ഞു തിരിഞ്ഞ് ഓടുന്നത് എന്തിനായിരിക്കും? എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ PSC സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആളുകൾ വളഞ്ഞു തിരിഞ്ഞ് ഓടുന്നത് എന്തിനാണ്? ആനയ്ക്ക് ആനയ്ക്ക് മാസ് കൂടുതലായതിനാൽ തന്നെ എന്ത് കൂടും? ജഡത്വം കൂടും. അതുകൊണ്ട് തന്നെ ആളുകൾ വളഞ്ഞു ഓടുന്നത് പോലെ ആർക്ക് ഓടാൻ സാധിക്കില്ല? ആനയ്ക്ക് വളഞ്ഞു ഓടാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ആന കുത്താൻ വരുന്നവർ എന്ത് ചെയ്യണം? ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? വളഞ്ഞു തിരിഞ്ഞ് ഓടണമെന്ന് പറയുന്നത്. അപ്പോൾ മാസ് കൂടുമ്പോൾ എന്ത് കൂടും? ജഡത്വം കൂടുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലൊക്കെയാണ് അസന്തുലിത ബലം അനുഭവപ്പെടുന്നത്? അപ്പോൾ അസന്തുലിത ബലം അനുഭവപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന കാർ ഓടിക്കുന്നയാൾ ബ്രേക്ക് പ്രയോഗിക്കുന്നു. അപ്പോൾ ഒരു കാർ 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന ഇടയിൽ കാർ ഓടിക്കുന്ന ഡ്രൈവർ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് പ്രയോഗിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അവിടെ കാണുന്നത് ഒരു അസന്തുലിത ബലമല്ലേ? അസന്തുലിത ബലമാണ്.
ഒരു പുസ്തകം കയ്യിൽ താങ്ങി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം കയ്യിൽ താങ്ങി നിർത്തിയിരിക്കുന്നു. ഇവിടെ സന്തുലിത ബലമാണോ അസന്തുലിത ബലമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പുസ്തകം കയ്യിൽ താങ്ങി നിർത്തിയിരിക്കുന്നു എന്നത് ഒരു സന്തുലിത ബലമാണ്. ഇവിടെ സന്തുലിത ബലമാണ്. ഇനി അടുത്ത് പറയുന്നത് കൃത്രിമ ഉപഗ്രഹം സമവേഗത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ കൃത്രിമ ഉപഗ്രഹം സമവേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ബലമാണ്? അസന്തുലിത ബലമാണ്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ. എന്താണ് അവിടെ നമുക്ക് ഒരു സന്തുലിത ബലം ആണ് എന്ന് പറയാം. ഒരു വസ്തുവിൽ 200 ന്യൂട്ടൺ ബലം ഒരു ദിശയിലും 250 ന്യൂട്ടൺ ബലം എതിർദിശയിലും നൽകിയാൽ അതിൻ്റെ പരിണിത ഫലം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ 200 ന്യൂട്ടൺ ബലം ഒരു ദിശയിലും 250 ന്യൂട്ടൺ ബലം എതിർദിശയിലും നൽകിയാൽ അപ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? ബലം ഏത് ദിശയിലാണോ കൂടുതൽ ആ ദിശയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഭാരം കൂടുതൽ വരുന്നത് എന്ന് പറയാം. വസ്തു ചലിക്കുമെങ്കിൽ ഏത് ദിശയിലായിരിക്കും? അപ്പോൾ വസ്തു ചലിക്കുമെങ്കിൽ അത് ഏത് ദിശയിലോട്ടായിരിക്കും? ഭാരം കൂടിയ 250 ന്യൂട്ടൺ ആ ഒരു എതിർദിശയിലോട്ടായിരിക്കും വസ്തു ചലിക്കുന്നത്. ഇപ്പോൾ ചലിക്കുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് മൊമൻറ്റം ആണ്. എന്താണ് മൊമൻറ്റം എന്ന് പറയാം. തെങ്ങിൽ നിന്നും തേങ്ങ കൃഷിയിടത്തിലെ ഇളക്കിയിട്ടിരിക്കുന്ന മണ്ണിലേക്ക് പതിച്ചാൽ അവിടെ കുഴി രൂപപ്പെടുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ഉയരത്തിൽ നിന്നൊക്കെ തേങ്ങ വന്ന് വീഴുമ്പോൾ ചതുപ്പൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? താഴ്ന്നു പോകും. ഈ മണ്ണിൽ തേങ്ങ ഉണ്ടാക്കിയ ആഘാതമല്ലേ ഇതിന് കാരണം. അപ്പോൾ ആ ഒരു മണ്ണിൽ തേങ്ങ ഉണ്ടാക്കിയ ആഘാതം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതുകൊണ്ടാണ് ഈ ഒരു തെങ്ങിൽ നിന്നും തേങ്ങ കൃഷിയിടത്തിൽ ഇളക്കിയിട്ടിരുന്ന മണ്ണിലേക്ക് പതിച്ചാൽ അവിടെ കുഴി രൂപപ്പെടാനുള്ള കാരണം എന്താണ്? ആ തേങ്ങ മണ്ണിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആഘാതമാണ്. ഇതേ തേങ്ങ എടുത്ത് വളരെ സാവധാനം വച്ചാൽ ഇത്രയും ആഴത്തിലുള്ള കുഴി ഉണ്ടാകുമോ? അപ്പം നമ്മൾ വളരെ സാവധാനം ആ തേങ്ങ എടുത്ത് അപ്പുറത്തോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ വളരെ ആഘാതത്തിലുള്ള ആ ഒരു ആഴത്തിലുള്ള കുഴി ഉണ്ടാകുന്നില്ല. ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമല്ലേ ഇത്തരം ആഘാതം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ആഘാതം ഉണ്ടാക്കാൻ കഴിയുന്നത് ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത്തരം ആഘാതം ഉണ്ടാക്കാൻ കഴിയുന്നുള്ളൂ. ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമല്ലേ ഇത്തരം ആഘാതം ഉണ്ടാക്കാൻ കഴിയുന്നത്. ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ അപ്പോൾ ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആഘാതം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഈ സവിശേഷതയാണ് അതിൻ്റെ മൊമൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ തേങ്ങ എടുത്ത് വളരെ സാവധാനം വച്ചാൽ നമ്മൾ പറഞ്ഞു ഇത്രയും ആഴത്തിലുള്ള കുഴി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ്? തേങ്ങ എടുത്ത് സാവധാനം വെച്ചാൽ എന്ത് ചെയ്യത്തില്ല? ഒരു കുഴി ഉണ്ടാകില്ല. അങ്ങനെ ചലിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ആഘാതം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലായി. ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഈ സവിശേഷത, അതായത് ചലിക്കുന്ന ഒരു വസ്തുവിന് ആഘാതമുണ്ടാക്കാനുള്ള ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷതയ്ക്ക് പറയുന്ന പേരാണ് മൊമൻറ്റം. അപ്പോൾ എന്താ മൊമൻറ്റം എന്ന് പറഞ്ഞാൽ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ സവിശേഷതയാണ് എന്ന് പറയുന്നത് മൊമൻറ്റം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രം ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ന്യൂട്ടൺസ് ക്രാഡിൽ എന്നറിയപ്പെടുന്ന ഉപകരണമാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഒരു ന്യൂട്ടൺസ് ക്രാഡിലിൽ താഴെ കൊടുത്ത ക്രമത്തിൽ ബോളുകൾ പുറകോട്ട് വലിച്ച ശേഷം സ്വതന്ത്രമാക്കുക. നിരീക്ഷണം സയൻസ് ഡയറിയിൽ എഴുതുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ന്യൂട്ടൺസ് ക്രാഡിലിൽ താഴെ കൊടുത്ത ക്രമത്തിൽ എന്ത് ചെയ്യുന്നു? ബോളുകൾ പുറകോട്ട് വലിച്ച ശേഷം സ്വതന്ത്രമാക്കുകയാണ് ഇവിടെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ആദ്യത്തെ ബോൾ മാത്രം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ആടിപ്പോകുന്നുണ്ടല്ലേ? ആ ഒരു ബോള് ആടിപ്പോകുന്നു. ആദ്യത്തെ 2 ബോളുകൾ, ആദ്യത്തെ 3 ബോളുകൾ, ആദ്യത്തെ 4 ബോളുകൾ.
അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ബോൾ മാത്രം വന്നിടിച്ചപ്പോൾ ആ ബോൾ കൈമാറ്റം ചെയ്ത മൊമെൻറ്റം മറ്റ് ബോളുകളിലൂടെ അവസാന ബോളിൽ എത്തിയത് കൊണ്ടല്ലേ അത് തെറിച്ചു പോയത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ 4-5 ബോളുകളുണ്ട്. ഈ ഒരു ബോള് ഒന്നാമത്തെ ബോൾ വന്ന് മറ്റേലും കൂടിയൊക്കെ ഇടിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്, ആ ബോളുകൾക്ക് ഒന്നാമത്തെ ബോൾ വന്നിടിച്ചപ്പോൾ ആ ബോൾ എന്ത് ചെയ്തു, കൈമാറ്റം ചെയ്ത മൊമെൻറ്റം മറ്റ് ബോളുകളിലൂടെ അവസാന ബോളിലെത്തിയത്. അപ്പോൾ ആദ്യത്തെ ഒരു ബോളിൽ നമ്മൾ ശക്തമായിട്ടിട്ട് ആക്കിയപ്പോൾ അവിടെ ഒരു ആഘാതമുണ്ടായി. അങ്ങനെ ആ ആഘാതത്തിൻ്റെ വ്യാപ്തമനുസരിച്ച് ആ ആഘാതം കൂടിയപ്പോഴാണ് അത് എന്ത് ചെയ്തത്, മറ്റ് ബോളുകളിലൂടെ അവസാന ബോളിലെത്തിയത്. ആദ്യത്തെ 2 ബോളുകൾ ഇടിച്ചപ്പോൾ ചലനത്തിലുള്ള ഈ ബോളുകൾ ചേർന്ന് ഒരു വ്യൂഹമായി മാറി. അപ്പോൾ ആദ്യത്തെ ഒരു ബോൾ അല്ലെങ്കിൽ 2 ബോൾ ഇടിച്ചപ്പോൾ മറ്റു ബോളുകളും എന്താണ്, ചലനത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതും കൂടി ചേർന്ന് എന്തായി മാറി, ഒരു 2 ബോളുകൾ ഇടിച്ചപ്പോൾ ചലനത്തിലുള്ള ഈ ബോളുകൾ ചേർന്നൊരു വ്യൂഹമായി മാറി. ഇത് നൽകിയ മൊമെൻറ്റം മറ്റ് ബോളുകളിലൂടെ കൈമാറ്റം ചെയ്ത് അവസാനത്തെ 2 ബോളുകളിൽ എത്തിയത് കൊണ്ടല്ലേ അവ തെറിച്ച് വീണത്. അപ്പോൾ അവിടെ എന്താ നമ്മൾ പറഞ്ഞത്, ഈ മൊമെൻറ്റം, അതായത് ഈ ആഘാതം നൽകിയ ഈ ഒരു മൊമെൻറ്റം മറ്റ് ബോളുകളിലൂടെ കൈമാറ്റം ചെയ്ത് എന്ത് ചെയ്യുന്നു, അവസാനത്തെ 2 ബോളുകളിൽ എത്തിയത് കൊണ്ടാണ് അവ എന്ത് ചെയ്തത്, തെറിച്ചു പോയത്. ഇതുപോലെ തന്നെയല്ലേ മറ്റ് സന്ദർഭങ്ങളിലും. അപ്പോൾ ഇതുപോലെയാണ് മറ്റ് സന്ദർഭങ്ങളിലും ഇങ്ങനെ വസ്തുക്കൾ എന്ത് ചെയ്യുന്നത്, ഒരു ആഘാതമേറ്റിട്ട് അല്ലെങ്കിൽ മൊമെൻറ്റം മൂലം തെറിച്ചു പോകുന്നത്. ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം എന്തിനെയൊക്കെ ആശ്രയിക്കുന്നു എന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ന്യൂട്ടൺസ് ക്രാഡിലിൽ ഒരു ബോൾ മാത്രം കുറച്ചു ദൂരം പിന്നിലേക്ക് നീക്കിയ ശേഷം സ്വതന്ത്രമാക്കി നിരീക്ഷിക്കൂ. അവസാന ബോൾ അല്പം ദൂരം മാത്രമല്ലേ തെറിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്യണം, ന്യൂട്ടൺസ് ക്രാഡിൽ ഒരു ബോൾ മാത്രം കുറച്ച് ദൂരം പിന്നിലാക്കിയിട്ട് എന്ത് ചെയ്യണം, സ്വതന്ത്രമായിട്ട് നമ്മൾ നീക്കി നിരീക്ഷിച്ചാൽ അവസാന ബോൾ അല്പദൂരം മാത്രമേ തെറിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ബോളിൻ്റെ മൊമെൻറ്റത്തെ സ്വാധീനിച്ച ഘടകം ഏത്? അപ്പോൾ എന്താണ് ബോളിൻ്റെ മൊമെൻറ്റത്തെ സ്വാധീനിച്ച ഘടകം? 2 ബോളുകൾ ഒരു വ്യൂഹമായി വന്നിടിച്ചപ്പോൾ വന്നിടിക്കുന്ന വ്യൂഹത്തിൻ്റെ മാസ് കൂടിയതിൻ്റെ ഫലമായാണ് എന്ത് ചെയ്യുന്നത്, 2 ബോളുകൾ തെറിച്ചത്. അപ്പോൾ 2 ബോളുകൾ ഒരു വ്യൂഹമായിട്ട് തമ്മിൽ വന്നിടിക്കുമ്പോൾ എന്ത് ചെയ്യും, വന്നിടിക്കുന്ന വ്യൂഹത്തിൻ്റെ മാസ് കൂടും. അങ്ങനെ കൂടിയതിൻ്റെ ഫലമാണ് 2 ബോളുകൾ തെറിച്ചത്. ഈ സന്ദർഭത്തിൽ ബോളുകളുടെ മൊമെൻറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത്? അപ്പോൾ ബോളുകളുടെ മൊമെൻറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏതാണ്? ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസോ പ്രവേഗമോ വർദ്ധിപ്പിക്കുമ്പോൾ അവ ഉളവാക്കുന്ന ആഘാതവും കൂടും. അപ്പോൾ അതാണ് കാരണം. അപ്പോൾ ബോളുകളുടെ മൊമെൻറ്റത്തെ സ്വാധീനിച്ച ഘടകം ചോദിച്ചാൽ നമുക്ക് പറയാം പ്രവേഗം, അതുപോലെ മാസ്. ഇതൊക്കെ എന്താണ്, ബോളുകളുടെ മൊമെൻറ്റത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസോ പ്രവേഗമോ വർദ്ധിപ്പിക്കുമ്പോൾ അവ ഉളവാക്കുന്ന ആഘാതം എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും. ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസിൻ്റെയും, മാസ് എം എന്ന അക്ഷരമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് അതിൻ്റെ മൊമെൻറ്റം. അപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ മാസിൻ്റെയും പ്രവേഗത്തിൻ്റെയും ഗുണനഫലമാണ് അതിൻ്റെ മൊമെൻറ്റം എന്ന് നമുക്ക് പറയാം. അതായത് മൊമെൻറ്റം എന്ന് പറയുന്നത് P=mv. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? P=mv. മൊമെൻറ്റം ഒരു സദിശ അളവാണ്, ദിശ പറയുന്ന അളവാണ്. മൊമെൻറ്റം എന്ന് പറയുന്നത് ദിശ പറയുന്നതാണ്. അതായത് മൊമെൻറ്റം ഒരു സദിശ അളവാണ്. പ്രവേഗത്തിൻ്റെ ദിശയാണ് അതിൻ്റെയും ദിശ. അപ്പോൾ പ്രവേഗത്തിൻ്റെ ദിശയാണ് ആരുടെ ദിശ? മൊമെൻറ്റത്തിൻ്റെയും ദിശ. പ്രവേഗം എന്ന് പറയുന്നത് സദിശ അളവാണ്. നമ്മൾ മൊമെൻറ്റം എന്ന് പറയുന്നത് സദിശ അളവാണ്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് സദിശ അളവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സദിശ അളവിൽ പഠിച്ചതാണ്. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് സമം മാസിൻ്റെ യൂണിറ്റ് ഇൻറ്റു പ്രവേഗത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കാണുന്നതിന് നമുക്ക് എങ്ങനെയാണ് കാണുന്നത്? മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ യൂണിറ്റ്
ഇൻറ്റു പ്രവേഗത്തിൻ്റെ യൂണിറ്റ്. അപ്പോൾ മാസിൻ്റെ യൂണിറ്റും പ്രവേഗത്തിൻ്റെ യൂണിറ്റും കൂടി ചേർന്നതാണ് ആരുടെ യൂണിറ്റ്? മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. 200 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 16 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്നു. ഈ വസ്തുവിൻ്റെ മൊമെൻറ്റം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മാസിൻ്റെ യൂണിറ്റ് ഇൻറ്റു പ്രവേഗത്തിൻ്റെ യൂണിറ്റാണ്. മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് സമം മാസിൻ്റെ യൂണിറ്റ് ഇൻറ്റു പ്രവേഗത്തിൻ്റെ യൂണിറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പം P ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് P ഈസ് ഈക്വൽ ടു M ഇൻറ്റു V എന്ന് കിട്ടും. P ഈസ് ഈക്വൽ ടു M ഇൻറ്റു V. അതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 200 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 16 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിക്കുന്നു. ഈ വസ്തുവിൻ്റെ മൊമെൻറ്റം കണക്കാക്കുക. അപ്പോൾ 200 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവാണ്, 16 മീറ്റർ പെർ സെക്കൻഡാണ് അതിൻ്റെ പ്രവേഗം. അതിൻ്റെ മൊമെൻറ്റമാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ P ഈസ് ഇവിടുത്തെ ഇക്വേഷൻ നമ്മൾ മറക്കണ്ട. P ഈസ് ഈക്വൽ ടു M ഇൻറ്റു V ആണ്. അപ്പോൾ ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? മാസ് എന്ന് പറയുന്നത് 200 കിലോഗ്രാം ആണ് മാസ്. എൻ്റെ പ്രവേഗം എന്ന് പറയുന്നത് 16 മീറ്റർ പെർ സെക്കൻഡാണ്. മീറ്റർ പെർ സെക്കൻഡ്. ഇനി അപ്പോൾ 200 ഇൻറ്റു 16 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നമുക്ക് എത്ര കിട്ടും? 3200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 3200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതാണ് നമ്മൾ മൊമെൻറ്റം കണക്കാക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം 200 കിലോഗ്രാം ആണ്. ഒരു വസ്തുവിൻ്റെ മൊമെൻറ്റം 200 കിലോഗ്രാം ആണ്. ഈ വസ്തുവിൻ്റെ പ്രവേഗം 20 മീറ്റർ പെർ സെക്കൻഡ് എങ്കിൽ വസ്തുവിൻ്റെ മാസ് എത്ര? അപ്പോൾ ഇവിടെ നമുക്ക് കാണാനുള്ളത് വസ്തുവിൻ്റെ മാസ്സാണ് കാണാനുള്ളത്. മാസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ മാസിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതണം. M ഈസ് ഈക്വൽ ടു P ബൈ V. ഇതാണ് മാസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അപ്പോൾ നമുക്കിവിടെ 200, P എന്ന് പറയുന്നത് 200 ആണ്. അതായത് നമ്മുടെ മൊമെൻറ്റം എന്ന് പറയുന്നത് 200. അതുപോലെ നമ്മുടെ പ്രവേഗം അഥവാ V എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ ഇത് രണ്ടും വെട്ടി. അപ്പോൾ 20 ഭാഗം 2 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡാണ്. ഇനി നമ്മൾ മൊമെൻ്റ വ്യത്യാസ നിരക്ക്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. 20 കിലോഗ്രാം മാസുള്ള നിശ്ചല അവസ്ഥയിലുള്ള ഒരു വസ്തുവിൻ്റെ 5 സെക്കൻഡ് സമയത്തേക്ക്, ഒരു വസ്തുവിൽ 5 സെക്കൻഡ് സമയത്തേക്ക് ബലം പ്രയോഗിച്ചപ്പോൾ വസ്തുവിൻ്റെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡായി മാറിയെങ്കിൽ വസ്തുവിൻ്റെ മൊമെൻ്റ വ്യത്യാസം കണക്കാക്കുക. അപ്പോൾ 20 കിലോഗ്രാം മാസുള്ള നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിൽ, അപ്പോൾ ഇവിടെ ആദ്യ മൊമെൻറ്റം എന്ന് പറയുമ്പം ഇവിടെ M എന്ന് പറയുന്നത് മാസ്സാണ്. ആദ്യ മൊമെൻറ്റം MU, മാസ് ഇൻറ്റു U ആണ്. എന്തെന്ന് പറയുന്നത്? മാസ് ഇൻറ്റു ആദ്യ മൊമെൻറ്റം. ആദ്യ മൊമെൻറ്റം എന്ന് പറയുന്നത് MU ആണ്. M ഇൻറ്റു U. അപ്പോൾ അത് മാസ് എന്ന് പറയുന്നത് ഇവിടെ 20 കിലോഗ്രാം ആണ്. ആദ്യ മൊമെൻറ്റം എന്ന് പറയുന്നത് എത്രയാണ്? നിശ്ചല അവസ്ഥയിലുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ നിശ്ചല അവസ്ഥയിലുള്ള വസ്തുവിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 ആണ്. 20 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അപ്പോൾ അവിടെ ആദ്യ മൊമെൻറ്റം നമുക്ക് കിട്ടി. ഇനി അന്ത്യ മൊമെൻറ്റം എന്താണ്? അന്ത്യ മൊമെൻറ്റം എന്ന് പറയുന്നത് MV, അന്ത്യ മൊമെൻറ്റം എന്ന് പറയുന്നത് 20 ഇൻറ്റു 30 മീറ്റർ പെർ സെക്കൻഡാണ്. വസ്തുവിൽ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡായി
മാറിയെങ്കിൽ വസ്തുവിൻ്റെ മൊമെൻ്റ് വ്യത്യാസമാണ് കാണാനുള്ളത്. അപ്പോൾ ഇവിടെ പ്രവേഗം എത്രയാണ്? 30 അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് എത്രയാണ്? അന്ത്യമൊമെൻ്റം എന്ന് പറയുന്നത് 20 × 30 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് 600 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇനി മൊമെൻ്റ് വ്യത്യാസം കാണാൻ എന്ത് ചെയ്യണം? അന്ത്യമൊമെൻ്റം മൈനസ് അന്ത്യമൊമെൻ്റം എന്ന് പറയുന്നത് 600 കിലോഗ്രാം ആണ്. 600 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് മൈനസ് 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 600 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ മൊമെൻ്റ് വ്യത്യാസം എന്ന് പറയുന്നത് 600 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ആണ്. ഈ വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ മൊമെൻ്റ് വ്യത്യാസം അഥവാ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എത്രയായിരിക്കും? ഇനി ഈ വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എന്ന് പറയുന്നത് മൊമെൻ്റ് വ്യത്യാസം ഭാഗം സമയം. ഇവിടെ മൊമെൻ്റ് വ്യത്യാസം എന്താണ്? 600 കിലോഗ്രാം അല്ലേ? അപ്പോൾ മൊമെൻ്റ് വ്യത്യാസം എന്ന് പറയുന്നത് 600 കിലോഗ്രാം ആണ്. ഇവിടെ നമ്മൾ നേരത്തെ ടൈം പറഞ്ഞിരുന്നു. എത്ര സെക്കൻഡാ? 5 സെക്കൻഡാണ്. അപ്പോൾ ഈ 5 സെക്കൻഡാണ് സമയം. അപ്പോൾ ആ 600 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് ഭാഗം 5 സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയായിട്ട് നമുക്ക് കിട്ടും? 120 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് സ്ക്വയർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അതുപോലെ മറ്റൊരു ചോദ്യം ഇവിടെ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അപ്പോൾ എന്താണ്? 100 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 4-ാം സെക്കൻഡിൽ 30 മീറ്റർ/സെക്കൻഡ് പ്രവേഗം കൈവരിക്കുന്നു എങ്കിൽ ഈ വസ്തുവിൻ്റെ ആദ്യ മൊമെൻ്റം എത്ര? അതുപോലെ അന്ത്യ മൊമെൻ്റം എത്ര? മൊമെൻ്റ് വ്യത്യാസം എത്ര? മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എത്ര? ഇത് ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അത് ഓരോന്നും കണ്ടുപിടിച്ച് നേരത്തെ പോലെ നിങ്ങൾ അതേപോലെ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട്. നിശ്ചലാവസ്ഥയിലുള്ള 20 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ 5 സെക്കൻഡ് സമയത്തേക്ക് വ്യത്യസ്ത അളവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ലഭിക്കുന്ന പ്രവേഗം തന്നിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലെയും ആദ്യ മൊമെൻ്റം, അന്ത്യ മൊമെൻ്റം, മൊമെൻ്റ് വ്യത്യാസ നിരക്ക് ഇവ കാണുക. അപ്പോൾ ഇവിടെ 100 കിലോഗ്രാം മാസ്. അപ്പം നമുക്ക് എഴുതാം മാസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. 100 kg ആണ് മാസ്. പിന്നെയോ ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 4-ാം സെക്കൻഡിൽ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് u എന്ന് പറയുന്നത് എന്താണ്? 0 നിശ്ചലാവസ്ഥയിലെ. അപ്പോൾ 0. ഇനി അന്ത്യപ്രവേഗം, അന്ത്യ മൊമെൻ്റം v എന്ന് പറയുന്നത് എത്രയാണ്? 30 മീറ്റർ/സെക്കൻഡ് ആണ്. 30 മീറ്റർ/സെക്കൻഡ് ആണ് അന്ത്യ മൊമെൻ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് എന്താണ്? ഇവിടത്തെ സമയം പറഞ്ഞിട്ടുണ്ട് 4 സെക്കൻഡാണ്. ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ്. പിന്നെയോ അത് കഴിഞ്ഞിട്ട് വരുന്നത് പ്രവേഗം അല്ലേ? പ്രവേഗം നമ്മൾ പറഞ്ഞു 30 മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഓരോന്നും ചെയ്യുക. എന്താ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? ആദ്യ മൊമെൻ്റം എത്ര? ആദ്യ മൊമെൻ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നാമത്തത് ആദ്യ മൊമെൻ്റം അഥവാ P1. ആദ്യ മൊമെൻ്റം അല്ലെങ്കിൽ P1 എന്ന് പറയുന്നത് നോക്കാം. P1 = mu. ആദ്യ മൊമെൻ്റം എന്ന് പറയുന്നത് ഇവിടെ മാസ് എന്ന് പറയുന്നത് 100 ഇൻറ്റു ഇവിടെ ആദ്യ പ്രവേഗം എത്രയാണ്? ആദ്യ മൊമെൻ്റം അത് 0. അപ്പോൾ എത്രയെന്ന് ഉത്തരം കിട്ടും? 0 എന്ന് ഉത്തരം കിട്ടും. 100 × 0 100. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ രണ്ടാമത്തേത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് നമുക്ക് കിട്ടി. ആദ്യത്തെ കഴിഞ്ഞു. അന്ത്യ മൊമെൻ്റം എത്ര? അന്ത്യ മൊമെൻ്റം എന്ന് പറയുമ്പം നമുക്കറിയാം ഇവിടെ P2 = mv. ആണ് നമ്മൾ കാണാനുള്ളത്. എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? മാസ് 100. v എന്ന് പറയുന്നത് അന്ത്യ മൊമെൻ്റം എന്ന് പറയുന്നത് 30 മീറ്റർ/സെക്കൻഡ് ആണല്ലേ? അപ്പോൾ 100 × 30 എത്രയാണ്? 3000
കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതിൻ്റെ യൂണിറ്റാണ് പ്രധാനം, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. പരീക്ഷയ്ക്ക് തരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പല രീതിയിൽ തരും. 3000 kg എന്ന് തരും, 3000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് തരും, 3000 മാത്രം തരും, 3000 അങ്ങനെ ഇത് ഓരോന്ന് 3000 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തരും. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ച് എഴുതുക. ഇനി മൊമെൻ്റ് വ്യത്യാസം എത്ര? മൊമെൻ്റ് വ്യത്യാസം കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അത് ഇവിടെ P2 മൈനസ്, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, P2 മൈനസ് P1 മൈനസ് ആണേ, P2 മൈനസ് P1 നമ്മൾ കാണണം. അപ്പോൾ അതെങ്ങനെയാണ്? അതായത് MV മൈനസ് MU, MV P2 എന്ന് പറയുന്നത് ഇവിടെ MV ആണല്ലോ, അത് മൈനസ് P1 എന്ന് പറയുന്ന MU ആണല്ലോ. അപ്പോൾ എത്രയാ? 3000 ആണ് ഇവിടുത്തെ MV എന്ന് പറയുന്നത്, മൈനസ് 0. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? അത് 3000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് അതിൻ്റെ ഉത്തരം, 3000 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇതിൻ്റെ മൊമെൻ്റ് വ്യത്യാസ നിരക്കാണ് നമ്മൾ കാണാനുള്ളത്. മൊമെൻ്റ് വ്യത്യാസ നിരക്ക് കാണാൻ എന്ത് ചെയ്യണം? മൊമെൻ്റ് വ്യത്യാസ നിരക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? MV മൈനസ് MU ഭാഗം T, ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഇതങ്ങനെ കാണാതെ പഠിച്ച് വെച്ചിരിക്കുക. മൊമെൻ്റ് വ്യത്യാസ നിരക്കിനുള്ള ഇക്വേഷനാണിത്. അപ്പോൾ അത് നമുക്ക് എത്രയാണ്? ഇവിടെ MV എന്ന് പറയുന്നത് 3000 ആണ്, MU എന്ന് പറയുന്നത് എത്രയാണ്? 3000. അത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ 3000 ആണ്. MV മൈനസ് MU എന്ന് പറയുന്നത് 3000 ആണ്. 3000 ഭാഗം 4 സെക്കൻഡാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? 750 എന്ന് കിട്ടും. 750 കിലോഗ്രാം മീറ്റർ, 750 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ ബലം തന്നിട്ടുണ്ട്. ബലം F, ബലം ഫോഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ലഭിക്കുന്ന പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യ മൊമെൻ്റം എത്രയാണ്, അന്ത്യ മൊമെൻ്റം എത്രയാണ്, അതുപോലെ മൊമെൻ്റ് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്, മൊമെൻ്റ് വ്യത്യാസ നിരക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മുകളിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതാണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള 20 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ 5 സെക്കൻഡ് സമയത്തേക്ക് വ്യത്യസ്ത അളവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ലഭിക്കുന്ന പ്രവേഗം തന്നിരിക്കുന്നു. ഓരോ സന്ദർഭത്തിലെയും ആദ്യ മൊമെൻ്റം, അന്ത്യ മൊമെൻ്റം, മൊമെൻ്റ് വ്യത്യാസ നിരക്ക് ഇവ കണക്കാക്കുക. ഇവ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ടേബിളിൽ ബലം തന്നിട്ടുണ്ട്. ബലം ഓരോ ഇവിടെ നമ്പറായിട്ട് തന്നിട്ടുണ്ട്. ലഭിക്കുന്ന പ്രവേഗം, അതുപോലെ ആദ്യ മൊമെൻ്റം, അന്ത്യ മൊമെൻ്റം, മൊമെൻ്റ് വ്യത്യാസ നിരക്ക്, ഇത്രയും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ ബലം എന്ന് പറയുന്നത് F ആണ് ബലത്തിന് തന്നിരിക്കുന്നത്. ഇവിടെ ബലത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രവേഗം എന്ന് പറയുന്നത് ഇവിടെ 30 പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രവേഗം 30 പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യ മൊമെൻ്റം കണ്ടുപിടിക്കണം. ആദ്യ മൊമെൻ്റം എന്ന് പറയുമ്പോൾ ഏതാണ്? U ആണ് നമ്മൾ കാണേണ്ടത്, ആദ്യ മൊമെൻ്റം. അപ്പോൾ ആദ്യ മൊമെൻ്റം എന്ന് പറയുന്നത് MU എന്ന് പറയുന്നത് എത്രയാണ്? MU എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്, 0 MU. ഇനി ഇവിടെ അന്ത്യ മൊമെൻ്റം പറഞ്ഞിട്ടുണ്ട്. അന്ത്യ മൊമെൻ്റം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്, മാസ് 20 കിലോഗ്രാം ആണ്. ഇവിടുത്തെ സെക്കൻഡും തന്നിട്ടുണ്ട്, 5 സെക്കൻഡാണ്. അപ്പോൾ ഇവിടെ അന്ത്യ മൊമെൻ്റം എന്ന് പറയുമ്പം MV ആണ്. MV എത്രയാണ്? 20 കിലോഗ്രാം ഇൻറ്റു 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 20 ഇൻറ്റു 30 എത്രയാണ്? ഇവിടെ 600 എന്ന് കിട്ടും. 26, 2 0 കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് 600 എന്നിവിടെ കിട്ടി. ഇനി മൊമെൻ്റ് വ്യത്യാസം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ 600 മൈനസ് 0 എന്ന് പറയുന്നത് എത്രയാണ്? 600 ഇനി ഇവിടെ മൊമെൻ്റ് വ്യത്യാസം നിരക്ക്. അപ്പോൾ നമ്മൾ ഇവിടെ മൊമെൻ്റ് വ്യത്യാസം നമ്മൾ കണ്ടു. ഇനി മൊമെൻ്റ് വ്യത്യാസ നിരക്ക് നമ്മൾ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? മൊമെൻ്റ് വ്യത്യാസം ബൈ ഒരു സമയം T, 600 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഭാഗം 5 സെക്കൻഡ്. അപ്പം നമുക്കിവിടെ ഉത്തരം എത്ര കിട്ടും? 120 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 120
കിലോഗ്രാം എന്ന് നമുക്ക് കിട്ടി. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ഇവിടെ സെക്കൻഡ് സ്ക്വയർ നമ്മൾ എഴുതണം. ഇവിടെ സെക്കൻഡ് സ്ക്വയറിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 120 കിലോഗ്രാം സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നേരത്തെ നമ്മളിവിടെ ചെയ്തല്ലോ, അവിടെയും എന്താണ്, അവിടെ നമ്മൾ കിട്ടിയ ആൻസർ എത്രയായിരുന്നു? 750 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നെ എഴുതണം, എന്നാലേ ആൻസർ പൂർണ്ണമാവുള്ളൂ. ഇനി രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബലം എന്ന് പറയുന്നത് F/2. ഇവിടെ 30 നമ്മുടെ പ്രവേഗം. അപ്പോൾ അവിടെ 15 തന്നിട്ടുണ്ട്. 15 തന്നിരിക്കുന്നത്. അങ്ങനെ 15 തരുമ്പോൾ നമുക്ക് എത്ര? നമ്മുടെ ആദ്യ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ മൊമെൻറ്റം എന്ന് പറയുന്നത് 0. ഇനി ആദ്യ മൊമെൻറ്റം 0 നമുക്ക് കിട്ടി. ഇനി എന്താണ്? അന്ത്യ മൊമെൻറ്റം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 20 ഇൻറ്റു 15 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20 ഇൻറ്റു 15 ചെയ്യുമ്പോൾ നമുക്കിവിടെ 300 എന്ന് കിട്ടും. 300 ആണ്. 300 എന്ന് കിട്ടി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? മൊമെൻ്റ് വ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? മൊമെൻ്റ് വ്യത്യാസം എന്ന് പറയുമ്പോൾ 300 മൈനസ് നമ്മുടെ ആദ്യ പ്രവേഗം, ആദ്യ മൊമെൻറ്റം. അപ്പോൾ 300 മൈനസ് എം വി മൈനസ് എം യു ആണ് നമ്മളിവിടെ കാണേണ്ടത്. എം വി മൈനസ് എം യു. അപ്പോൾ അതെത്രയാണ്? 300 മൈനസ് 0. അപ്പോൾ എത്രയാണ്? 300 എന്ന് കിട്ടും. നമുക്ക് 300 എന്ന് കിട്ടി. ഇനി അടുത്ത് നമ്മൾ കാണാനുള്ളത് മൊമെൻ്റ് വ്യത്യാസ നിരക്കാണ്. അതെത്രയാണ്? മൊമെൻ്റ് വ്യത്യാസ നിരക്ക് ഭാഗം സമയം T ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 300 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ നമുക്ക് 300 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഭാഗം എത്ര സമയമാണ്? 5 സെക്കൻഡ് തന്നെയാണ്. അവിടെ ഇവിടെയൊക്കെ 5 സെക്കൻഡ് തന്നെയാണ്. 5 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എത്രയാണ്? 60 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. 60 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇനി മൂന്നാമത് നമ്മൾ എടുത്തിരിക്കുന്നത് 2F ആണ്. ഇവിടെ എടുത്തിരിക്കുന്നത് 2F എന്ന് പറയുമ്പം ഫോഴ്സ് ഇരട്ടിയാണ് വരുന്നത് അല്ലേ? 60 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇവിടെ യു എത്രയാണ്? MU എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 0 അതുപോലെ MV എന്ന് പറയുന്നത് എത്രയാണ്? 60 ഇൻറ്റു 20. അപ്പോൾ 60 ഇൻറ്റു 20 1200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 1200. ഇനി നമ്മൾ ഇവിടെ മൊമെൻ്റ് വ്യത്യാസം കാണണം. മൊമെൻ്റ് വ്യത്യാസം എന്ന് പറയുമ്പം MV മൈനസ് MU എത്രയാണ്? 1200 മൈനസ് 0. അത് എത്രയാണെന്ന് നമുക്ക് കിട്ടും? 1200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. 1200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമ്മൾ കാണുന്നത് ഇവിടുത്തെ മൊമെൻ്റ് വ്യത്യാസ നിരക്കാണ്. മൊമെൻ്റ് വ്യത്യാസ നിരക്ക് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ മൊമെൻ്റ് വ്യത്യാസം ബൈ സമയം കണ്ടാൽ മതി. 1200 ഭാഗം 5 സെക്കൻഡ് എന്ന് പറയുമ്പം ഇവിടുത്തെ ആൻസർ നമുക്ക് എത്ര കിട്ടും? 240 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് ക്ലാസ് 1-2 തവണ കണ്ട് ഇത് മനസ്സിലാക്കിയാൽ മതിയാവുന്നതാണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൽ ഒരുപാട് മാത്സ് വർക്കുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ ഒന്ന് ലേറ്റായി പോകുന്നത്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്